ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ ഡൽഹി വേഴ്സസ് LST തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാച്ച് നമ്പർ 14, 40ാമത്തെ മത്സരമാണ്. ഇനി വെറും 34 മത്സരമേ ബാക്കിയുള്ളൂ. എത്ര പെട്ടെന്ന് പോകുന്നല്ലേ. അപ്പോ മാച്ച് നടക്കുന്ന 22-ാം തീയതി ഏപ്രിൽ കൃത്യം 7:30 നമ്മുടെ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അതായത് ലക്നോന്റെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. സോ എന്തായാലും തീർച്ചയായിട്ടും ലക്നോ പ്ലേയേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകും. കാരണം അവർക്കൊക്കെ നല്ല രീതിയിൽ ആവറേജ് സ്കോറും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല വിക്കറ്റ് ടേക്കിംഗ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. സോ മറ്റ് ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറിക്കോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ മസ്റ്റ് ആയിട്ട് തന്നെ കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് നല്ല രീതി ബൗൺസേഴ്സ് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പേസ് ബോളേഴ്സിന് നല്ല രീതി അഡ്വാൻറ്റേജ് ആണ്. കാരണം ബൗൺസ് ആയിട്ട് ക്യാച്ച് പോയി വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ലോവർ ആകുന്നതുകൊണ്ട് സ്പിന്നേഴ്സിനും ഇവിടെ ചില സമയത്ത് ഈ ഒരു പിച്ച് സ്ലോ ആവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ചില സമയത്ത് സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറായിട്ടുണ്ട്. ഇതിനേപോലെ തന്നെ ഷോർട്ട് ബൗണ്ടറീസ് ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ബാറ്റിങ്ങിനും ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. സോ ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ പിച്ചാണ്. അതായത് ബാറ്റിംഗ് പ്ലസ് ബൗളിങ്ങിന് നല്ല രീതി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ബൗളിങ്ങിനാണെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനേപോലെ തന്നെ ആവറേജ് സ്കോർ 165 എബോണ്. ബട്ട് സ്കോർസ് 190 പോസിബിൾ ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിലെ ബാറ്റിംഗ് പിച്ച് സ്ലോ ഡൗൺ ആവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, സ്പിന്നേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ബോളിംഗ് ചെയ്യുന്ന സമയത്ത് സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് മഞ്ഞ് വീഴ്ച. ഓക്കെ, ദെൻ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത്, ഈ ഒരു ഗ്രൗണ്ട് സ്റ്റാറ്റിനെ പറ്റി പറയുന്ന സമയത്ത് 17 മത്സരങ്ങളാണ് ഈ ഒരു ഓവറോൾ ഈ ഒരു പിച്ചിൽ നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 9 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 8 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും ആവറേജ് റൺസ് 165 ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം 150 റൺസിന് താഴെ 4 പ്രാവശ്യവും, 150 to 170 അതിന്റെ ഇടയിൽ 4 പ്രാവശ്യം, 170 to 190 ഇടയിൽ 4 പ്രാവശ്യം, 190 മുകളിൽ 5 പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. ഓക്കെ, 190 മുകളിലും പോവാം. ഓക്കെ, ഇവിടെ നടന്ന മത്സരങ്ങളിൽ 131 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 82 വിക്കറ്റ് സ്പിന്നേഴ്സ് എടുത്തുള്ളൂ. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു പിച്ചിന്റെ ഗുണം. അതായത് ഇപ്പോൾ ഒരു മാച്ചിൽ മിനിമം ഒരു 15 വിക്കറ്റ് പോവുകയാണെങ്കിൽ അതിൽ 6 എണ്ണം സ്പിന്നേഴ്സും ബാക്കി 7 എണ്ണം ഫാസ്റ്റ് ബോളേഴ്സും. അങ്ങനെയല്ലേ, 6, 7, 13 അല്ലേ ഉള്ളൂ. ബാക്കി 9 എണ്ണം ഫാസ്റ്റ് ബോളേഴ്സും. അതാണ് അവിടുത്തെ ഒരു ലെവല് വരുന്നത്. ഓക്കെ, മിഡിൽ ഓവേഴ്സിലെ സ്പിന്നേഴ്സ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ ഡൽഹിയും DC തമ്മിൽ 6 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 3 എണ്ണം LST, 3 എണ്ണം ഡൽഹി തന്നെയാണ് വിൻ ചെയ്തത്. ഓക്കെ, ഇനി പ്ലെയേഴ്സിന്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു. സോ അതിന് മുന്നേ കുറച്ച് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാണ്ട്. തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കുബേര ഫാന്റസി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. കാരണം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാച്ച് എടുത്ത് തന്നെ ഇവിടെ ഡ്യൂ എന്ന് കാണാൻ പറ്റും. ഇതിൽ ക്യാപ്റ്റൻ വേണ്ട, വൈസ് ക്യാപ്റ്റൻ വേണ്ട, ടീം ഇടണ്ട, ഒന്നും ഇടണ്ട. ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു കിഡിനെ ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ സുനിൽ നാരായണനെ പിക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ 4 ഓപ്ഷൻസ് ഉണ്ട്. ശുഭ്മാൻ ഗില്ലുണ്ട്, അതുപോലെ തന്നെ സായ് സുദർശൻ ഉണ്ട്, ഡീകൊക്ക് ഉണ്ട്, ബട്ട്ലർ ഉണ്ട്. ഇങ്ങനെ ആരെ വേണേലും നമുക്ക് പിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആരെ നന്നായി കളിക്കാൻ ചാൻസ് തോന്നുന്നത്? ഇപ്പൊ ഗില്ലാണ്. ഓക്കെ, നമ്മൾ ഗില്ലുമായി ഇത് മുന്നോട്ട് പോയി, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗില്ലാണ് ഇവിടെ സുനിൽ നാരായണക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചറാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ ഡ്യൂോ പ്രോ ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ തന്നെയാണ് 2 സെറ്റ് ഓഫ് പ്ലെയേഴ്സിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പൊ നമ്മുടെ സുനിൽ നാരായണനെ പിക്ക് ചെയ്തതിനാൽ വേറെ ഈ ബോളേഴ്സിന് വേറെ നമുക്ക് ഒരാളെ കൂടെ പിക്ക് ചെയ്യാം. അപ്പൊ ആര് വേണം? നിങ്ങൾക്ക് നന്നായി ചാൻസ് ബോളിംഗ് വിക്കറ്റ് എടുക്കാൻ ചാൻസ് ആരാ? അപ്പൊ നമ്മുടെ വരുൺ ചക്രവർത്തിയാണ്. ഇത് വരുൺ ചക്രവർത്തി എടുത്തു. ഓക്കെ, ഇതാ ഒരു ടീം സെറ്റ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണിത്. ഇതിപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ നമ്മുടെ സുനിൽ നാരായണനും വരുൺ ചക്രവർത്തി നമ്മളെ പിക്ക് ചെയ്ത്, നമ്മുടെ ഓപ്പോസിറ്റ് ബട്ട്ലറും വരുൺ ചക്രവർത്തിയും പിക്ക് ചെയ്തെടുത്തുണ്ട്. അപ്പൊ നമ്മൾ പിക്ക് ചെയ്ത ആളാണ് കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നെ എത്രയുള്ള അങ്ങനെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചറാണ് ഈ ആപ്പിലുള്ളത്. സോ മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ചോയ്സ് 11. ഈ ഒരു ആപ്പിനെ പറ്റി പറയുമ്പോഴും ഞാൻ ഇതുവരെ കളിച്ചിട്ട് എനിക്ക് ലോസ് ആയിട്ടില്ല. അതാണ് ഇതിന്റെ ഈ ഒരു ആപ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരേ ഒരു റീസൺ തന്നെയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കോപ്പ് എന്ന് പറയുന്നത്. 5 പ്ലെയേഴ്സ് ഉണ്ടാവും.
അങ്ങനെ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്ത് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഓഫർ തന്നെയാണ് ഇതിലുള്ളത്. സോ മസ്റ്റായി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീം ഇട്ട് ക്യാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് മൈ മാസ്റ്റർ 11. കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 1 lakh rupees ഫ്രീ ഗീവ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. 0 rupees ജോയിൻ ചെയ്താൽ ഫസ്റ്റ് വന്ന് 20,000, സെക്കൻഡ് വന്നാൽ 10,000, തേർഡ് വന്ന 5,000. അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നല്ല രീതിക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആപ്പിലുള്ളത്. സോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മുടെ മൈ മാസ്റ്റർ 11. അതുപോലെ തന്നെ XL11 ആണെങ്കിൽ റീസെന്റ് കളിച്ച കുറേ മത്സരങ്ങൾ എനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കൂടെ സഹായിച്ച ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഗീവേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് LST തമ്മിലുള്ള മത്സരത്തിൽ ഒരു ആവറേജ് ടീമായിട്ട് എന്നാൽ കൂടെ എനിക്ക് നല്ല രീതിയിൽ പോയിന്റ്സ് കിട്ടുകയും ചെയ്തു. പക്ഷെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റി. കണ്ടില്ല, എല്ലാ മാച്ചും വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 956 രൂപയാണ് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയത്. ഏകദേശം 1500 രൂപ മൊത്തം എനിക്ക് വിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ XL11, ഫോക്കസ് 11, വിഷൻ ഇതെല്ലാം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. എല്ലായിടത്തും വെറുതെ ലാഗ് ആക്കുന്നില്ല. മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നാലേ ലിങ്കും കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ലിങ്ക് കിട്ടും. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പ്ലേയേഴ്സ് സ്റ്റാറ്റ്സ് പറയുന്ന സമയത്ത് നമ്മുടെ LSTയിൽ പ്രോപ്പർ 11 നോക്കി കഴിഞ്ഞാൽ മാർക്കാം. ലാസ്റ്റ് മത്സരം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 66 റൺസും 1 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയത്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 1 വിക്കറ്റും 145 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കേട്ടോ. എഗെയിൻസ്റ്റ് DC ആയിട്ട് 5 ഇന്നിംഗ്സ് കളിച്ച് 69 റൺസ് എടുത്തുള്ളൂ. കൺസിസ്റ്റന്റ് ആണ്. ചില മത്സരങ്ങൾ ലോ പിക്ക് കുറച്ച് റൺസ് എടുക്കാറുള്ളൂ. എഗെയിൻസ്റ്റ് DC ആയിട്ട് റെക്കോർഡ്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്ന ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം ലൈനപ്പിന് ശേഷം നമുക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ മിച്ചൽ മാർഷിനെ പറ്റി പറയുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് അദ്ദേഹം കുറച്ച് ഫോം ഔട്ടാണ്. പക്ഷേ ലാസ്റ്റത്തെ അതിന്റെ മുന്നത്തെ 2 മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു. 4 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 90 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് DC ആയിട്ട് 2 വിക്കറ്റ് 85 റൺസുമാണ് നേടിയിട്ടുള്ളത്. 3 മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ആണ് അദ്ദേഹം. ബോളിംഗ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിക്കോളസ് പൂർണ്ണാണെങ്കിലും റീസെന്റ് 2 മത്സരം മോശമായിരുന്നു. അതിന് മുന്നത്തെ മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 18 ഇന്നിംഗ്സ് കളിച്ച് 342 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം 8 ഇന്നിംഗ്സ് കളിച്ച് 296 റൺസും എടുത്തിട്ടുണ്ട്. ടോപ്പ് പിക്കാണ് നമ്മുടെ നിക്കോളസ് പൂവൻ. അതുപോലെ തന്നെ ഗ്രേറ്റ് മാച്ച് ആണ്. അഗെയിൻസ്റ്റ് DC ആയിട്ട് നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഋഷഭ് പന്തിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം റീസെന്റ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് മത്സരം മോശമായിരുന്നു. അതിന് മുന്നത്തെ മത്സരം 63 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 ഇന്നിംഗ്സ് വേണ്ടി കളിച്ച് 129 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DC ആയിട്ട് വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പിക്ക് ചെയ്യേണ്ട കാര്യം ഡൗട്ട് തന്നെയാണ്. ആയുഷ് ബോധൻ റീസെന്റ് എല്ലാ മത്സരങ്ങളും 20 റൺസ് ആയപ്പോൾ തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു പ്ലെയർ ആണ്. 15 ഇന്നിംഗ്സ് ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 337 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് DC ആയിട്ട് 5 ഇന്നിംഗ്സ് കളിച്ച് 93 റൺസ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഒരു ബഡ്ജറ്റ് പിക്കാണ് നമ്മുടെ ആയുഷ് ബദോനി. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് മില്ലർ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം റീസെന്റ് നല്ല മോശം പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിംഗ്സ് കളിച്ച് 59 റൺസ് എടുത്തുള്ളൂ. പക്ഷേ അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് 22 ഇന്നിംഗ്സ് കളിച്ചിട്ട് അദ്ദേഹം 526 റൺസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, DC ആയിട്ട് അഗേൻസ്റ്റ് റെക്കോർഡാണ്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ഫോമും ഭയങ്കര മോശം തന്നെയാണ്. അബ്ദുൽ സമാദിനെ പറ്റി പറയുന്ന സമയത്തും അദ്ദേഹം 5 ഇന്നിംഗ്സ് ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 74 റൺസ് എടുത്തത്. അഗേൻസ്റ്റ് DC ആയിട്ട് 5 ഇന്നിംഗ്സ് കളിച്ച് 114 റൺസും എടുത്തിട്ടുണ്ട്. ഡീസെന്റ് റെക്കോർഡ്സ് ആണ്. പക്ഷേ ഇൻകൺസിസ്റ്റൻസി ഉള്ള ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 1 വിക്കറ്റാണ് നേടിയത്. ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിംഗ്സ് കളിച്ച് 3 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് 10 ഇന്നിംഗ്സ് കളിച്ച് 9 വിക്കറ്റ് നേടിയുള്ളൂ. എന്തായാലും 1-2 വിക്കറ്റ് നമുക്ക് എന്തായാലും താക്കൂർ എടുക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആവേശ് ഖാൻ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 3 വിക്കറ്റ്, അതിന് മുന്നത്തുള്ള എല്ലാ മത്സരവും ഓരോ വിക്കറ്റ് വീരാൻ നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിംഗ്സ് കളിച്ച് 6 വിക്കറ്റ് നേടിയ ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് 5 ഇന്നിംഗ്സ് നേടി 5 ഇന്നിംഗ്സ് കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് ടേക്കർ ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആണ് ആവേശ് ഖാൻ. അതുപോലെ തന്നെ രവി ബിഷ്ണോയെ പറ്റി പറയുന്ന സമയത്ത് 17 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 19 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ലാസ്റ്റ് മത്സരം പൂവർ പെർഫോമൻസ് ആയിരുന്നു. അതിന് മുന്നത്തെ മത്സരം 2 വിക്കറ്റ് വീതം ഓരോ മാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഗേൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം 9 ഇന്നിംഗ്സ് കളിച്ച് 11 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മസ്റ്റ് പിക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ ബിഷ്ണോയി. ഓക്കെ, സ്ട്രോങ് റെക്കോർഡ്സ് ആണ് അഗേൻസ്റ്റ് DC ആയിട്ട്. മായങ്ക് യാദവ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു എമർജിംഗ് പ്ലെയർ ആണ്. റീസെന്റ് പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 3 ഇന്നിംഗ്സ് കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 4 ഇന്നിംഗ്സ് കളിച്ചിട്ട് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ എല്ലാ മത്സരവും ഓരോ വിക്കറ്റ് നേടിയ ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ DCത്തെ പ്ലെയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഫാഫ് ഡുപ്ലിസി ആണ്. റീസെന്റ് കുറച്ച് ഫോം ഔട്ട് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 44 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് LST ആയിട്ട് 6 മത്സരം കളിച്ച് 267 റൺസ് നേടിയിട്ടുണ്ട്. 53 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട് അഗേൻസ്റ്റ് LST ആയിട്ട്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് അഗേൻസ്റ്റ് LST ആയിട്ട്. അതുപോലെ തന്നെ ഫ്രേക്ക് ജെൻസറിനെ പറ്റി പറയുന്ന സമയത്ത്
ഫ്രണ്ട്സറിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു മത്സരം കളിച്ച് 55 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. 3 മത്സരം അഗെയിൻസ്റ്റ് LSG ആയിട്ട് കളിച്ചിട്ട് 56 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. ഓക്കെ, റിസ്കി പിക്കാണ് അദ്ദേഹം. അതുപോലെ തന്നെ അഭിഷേക് പോരലാണെങ്കിലും പെർ മാച്ച് നല്ല റെക്കോർഡ്സ് നടക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ. റെക്കോർഡ്സിൽ അഗെയിൻസ്റ്റ് LSG ആയിട്ട് 2 മത്സരം കളിച്ച് 58 റൺസിന്റെ റെക്കോർഡ് ഉണ്ട്. ഫോം ഈസ് ഡീസെന്റ് ആണ്, പക്ഷെ ഒരു ഓപ്ഷണൽ പിക്കാണ്. അതുപോലെ തന്നെ കരുൺ നായർ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 31 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്, ഒരു ഡിഫറെന്റ് പിക്കാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ KL രാഹുൽ ആണെങ്കിൽ ലാസ്റ്റ് 2 മത്സരങ്ങൾ കുറച്ച് ഷോക്കായിട്ടാണ് പെർഫോം ചെയ്തത്, പക്ഷെ അതിന് മുന്നത്തെ മത്സരം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാം. 12 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 483 റൺസാണ് നേടിയിട്ടുള്ളത്. പെർ മാച്ച് 44 റൺസ് ഈ ഒരു ഗ്രൗണ്ടിൽ ആവറേജ് ഉണ്ട്. അഗെയിൻസ്റ്റ് LSG ആയിട്ട് എടുത്തിട്ടില്ല. വലിയ റെക്കോർഡ്സിൽ ഏകനയിൽ നല്ല രീതിയിൽ റെക്കോർഡുള്ള പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ KL രാഹുൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്തർ പട്ടേലിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ലാസ്റ്റ് മത്സരം 36 റൺസും 1 വിക്കറ്റുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മത്സരം 39 റൺസും 0 വിക്കറ്റ്സും ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റും 36 റൺസും 2 ഇന്നിംഗ്സിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് LSG ആയിട്ട് 6 ഇന്നിംഗ്സ് കളിച്ച് 2 വിക്കറ്റും 94 റൺസും ആണ്. തീർച്ചയായിട്ടും പിക്ക് ചെയ്യാവുന്ന ഒരു പ്ലെയർ ആണ്. സ്റ്റബ്സിനെ പറ്റി പറയുന്ന സമയത്ത് എല്ലാ മത്സരങ്ങളും ലാസ്റ്റ് കളിച്ച മത്സരങ്ങളൊക്കെ ഒരു മത്സരം ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളും നല്ല പോയിന്റ് എടുക്കുന്ന ഒരു പ്ലെയർ ആണ്. ഒരു മത്സരം കളിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ 15 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് LSG ആയിട്ട് 3 ഇന്നിംഗ്സ് കളിച്ച് 106 റൺസ് മാത്രമേ എടുത്തുള്ളൂ. മിഡ് ഓവറിൽ, അതായത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. സോ എന്തായാലും ഒരു ഡിഫറെന്റ് പിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആശുതോഷ് ശർമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അഗെയിൻസ്റ്റ് LSG ആയിട്ട് 1 ഇന്നിംഗ്സ് കളിച്ച് 66 റൺസിന്റെ ആവറേജ് ഉണ്ട്. ഓക്കെ, ഇതിനതുപോലെ തന്നെ വിഭ്രാജ് നിഗം അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ്. അഗെയിൻസ്റ്റ് LSG ആയിട്ട് 39 റൺസും 1 വിക്കറ്റ് നേടിയിട്ടുണ്ട് ഒരു മാച്ച്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മിച്ചൽ സ്റ്റാർക്ക് ഇതിനെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് മത്സരം ഫോം ഔട്ട് ആയിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റ് നേടിയില്ല. അഗെയിൻസ്റ്റ് LSG ആയിട്ട് 3 ഇന്നിംഗ്സ് കളിച്ച് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് LSG ആയിട്ട് നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആണ്. കുൽദീപ് യാദവിനെ പറ്റി പറയുന്ന സമയത്ത് പെർ മാച്ച് എല്ലാ മത്സരങ്ങളും 1 വിക്കറ്റ് വീതം നേടുന്ന ഒരു കൺസിസ്റ്റന്റ് ഉള്ള പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 4 വിക്കറ്റ് നേടിയിട്ടുണ്ട് 2 ഇന്നിംഗ്സിൽ. അഗെയിൻസ്റ്റ് LSG ആയിട്ട് 6 ഇന്നിംഗ്സ് കളിച്ചിട്ട് 9 വിക്കറ്റ് ആണ് നേടിയിട്ടുള്ളത്. മോഹിത് ശർമ്മ ആണെങ്കിൽ റീസെന്റ് കുറച്ച് ഡാർക്ക് പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയുള്ളൂ. അഗെയിൻസ്റ്റ് LSG ആയിട്ട് 4 ഇന്നിംഗ്സ് കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മുകേഷ് കുമാർ ആണെങ്കിൽ 4 മത്സരം 2 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 1 വിക്കറ്റും 4 ഇന്നിംഗ്സ് അഗെയിൻസ്റ്റ് LSG കളിച്ച് 3 വിക്കറ്റും നേടിയിട്ടുള്ളത്. നമ്മുടെ LSGയും അതുപോലെ തന്നെ നമ്മുടെ DCയും തമ്മിൽ 6 മത്സരം കളിച്ച് 3 വെച്ച് 2 ടീമും വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുന്ന സമയത്ത് 2 ടീമും നല്ല സ്ട്രോങ് തന്നെയാണ്. സോ അവർക്കുള്ള ഒരു ടീം പ്രിവ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിനായിട്ട് കുബേരയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ കുബേരയിൽ വന്നിട്ടില്ല. സോ അപ്പം നമുക്ക് നമ്മുടെ മൈ മാസ്റ്റർ അല്ല നമ്മുടെ മാച്ച് എടുക്കാം. ഓക്കെ, LSG വേഴ്സസ് DC തമ്മിലുള്ള മാച്ചിന്റെ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ KL രാഹുൽ, നിക്കോളസ് പൂറിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബോളേഴ്സിലോട്ട് വന്നതിന് കുൽദീപ് യാദവും അതുപോലെ തന്നെ നമ്മുടെ ബിഷ്ണോയിനെയും തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കി നിങ്ങൾ പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇട്ടോളൂ. അതുപോലെ തന്നെ മാർക്കോ നമ്മുടെ അക്തർ പട്ടേലിനെയും കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ ട്രിസ്റ്റൻ സ്റ്റബ്സ് മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ മിച്ചൽ മാർഷിനെയും കൊണ്ടുവരിക. കരുൺ നായർ ഇന്നത്തെ മാച്ച് വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫാഫ് ഈ മത്സരം കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു, കളിക്കുന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും DCന്ന് ആശുതോഷ് ശർമ്മയെ നമുക്ക് എടുക്കാം. ഓക്കെ, കരുൺ നായരെ നമ്മൾ ഒഴിവാക്കുകയാണ്. വിഭ്രാജ് നിഗത്തിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ബോളേഴ്സിലോട്ട് വന്നതിന് താക്കൂറിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം 2 ടീം ഒന്ന് ഈക്വൽ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം തന്നെ നമ്മുടെ DCയിലോട്ട് നോക്കുന്ന നമ്മുടെ LSGയിലോട്ട് നോക്കുന്ന സമയത്ത് സ്ട്രോങ് ചെറുതായിട്ട് കുറവുണ്ട്. സോ നമുക്ക് LSG ഒരു പ്ലെയറിനെ പിക്ക് ചെയ്യാൻ, നിക്കത്തിനെ മാറ്റിയിട്ട്. ഓക്കെ, ആയുഷ് ബദോനി. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു മസ്റ്റ് പിക്ക് പ്ലെയറിലുള്ള ഒരാളായിരുന്നു. ഓക്കെ, ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ മാർക്കത്തിനെയാണ് കൊടുക്കുന്നത്. കാരണം എന്തായാലും അദ്ദേഹം ബോൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദോനിനെ കൊടുക്കാം, ഒരു ഡിഫറെന്റ് പിക്കായിട്ട്. പക്ഷെ എന്തായാലും നല്ല റെക്കോർഡ്സ് ഉണ്ടാവും ഈ ഒരു മാച്ചിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. KL രാഹുൽ, നിക്കോളസ് പൂറൻ, സ്റ്റബ്സ്, അക്തർ പട്ടേൽ, നമ്മുടെ ആശുതോഷ് ശർമ്മ, അതുപോലെ നമ്മുടെ മിച്ചൽ മാർഷ്, ആയുഷ് ബദോനി, അതുപോലെ നമ്മുടെ അക്തർ പട്ടേൽ, മാർക്കം, സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, വിഷ്ണോയ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. സോ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.